ഹായ് സുഹൃത്തുക്കളെ, എന്തൊക്കെയായി? വൈകുന്നേരത്തെ ചായയൊക്കെ കഴിച്ചോ? എന്തായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും വൈകുന്നേരത്തെ പലഹാരം ചായക്ക്? കമൻറ്റ് ചെയ്യണേ, ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവരുടെയും കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഇതൊക്കെ കണ്ടു. ഇനി നമ്മൾ ഉച്ചയ്ക്ക് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാണ്. സ്റ്റാർട്ടിങ്ങിൽ കാണിക്കണമെന്ന് വിചാരിച്ച് അപ്പോഴും മറന്നുപോയി. വെളുത്തുള്ളി മൂപ്പിച്ച് വലിയ ഉള്ളി ഇട്ട്, വെള്ളുള്ളി മൂത്ത് ഇപ്പോൾ തക്കാളി ഇട്ട് ഒന്ന് വരുന്ന സമയത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഇളക്കി ചെമ്മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, കുഞ്ഞ് ചെമ്മീനാണ്. 8ൻ്റെ പണി കിട്ടി. ചെമ്മീൻ കൊണ്ടുവരാൻ പറഞ്ഞു. അയൽക്കൂട്ടത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റും ചെമ്മീനും എല്ലാം കൂടെ നല്ല പെടാപ്പാടാണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ പച്ചക്കറിക്ക് വല കെട്ടാനും കയറ് കെട്ടാനൊക്കെ അതും ആൾക്കാർ വന്നിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഇടയിൽ ഇത് സ്റ്റാർട്ടിങ് കാണിക്കാൻ മറന്നുപോയി. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇതിനകത്ത് ഉപ്പിട്ടിട്ട് നമ്മൾ ഒന്ന് അടച്ച് വെക്കും. തക്കാളി ഒന്ന് അങ്ങോട്ട് ഉടഞ്ഞ് ചേരാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പിട്ടിട്ട് അങ്ങ് അടച്ച് വെക്കും. പാകത്തിന് ഉപ്പ് ചേർക്കാം. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് അങ്ങോട്ട് അടച്ച് വെക്കും. മനസ്സിലായി? തക്കാളി നിങ്ങൾ ചെമ്മീൻ എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് ഫീഡ്ബാക്ക് അറിയിക്കണേ. നമുക്കതുപോലെ നോക്കാം. ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും ടേസ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കി നോക്കുമ്പോഴല്ലേ എല്ലാവരുടെ ടേസ്റ്റ് നമുക്ക് അറിയാനും മനസ്സിലാക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ നൈറ്റിലെ വെണ്ടയ്ക്കും തക്കാളി മുളകിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ പറ്റുന്നത്. എന്തായാലും അതിലേക്ക് ഇതും ചെമ്മീൻ റോസ്റ്റും പപ്പടം പൊരിച്ചതും വെണ്ടയ്ക്കും തക്കാളി മുളകിട്ടതും. വെണ്ടയ്ക്ക ആദ്യം എണ്ണയിൽ വറുത്ത് കോരിയെടുത്ത് എന്നിട്ട് പിന്നെ അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്ത് മൂപ്പിച്ച് പിന്നെ തക്കാളി ഇട്ട് ഉപ്പിട്ട് നല്ല തക്കാളി ഉടഞ്ഞതിന് ശേഷം പുളിവെള്ളം ഒഴിച്ച്, സാദാ പുളി, അതിൻ്റെ വെള്ളം ഒഴിച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കാശ്മീർ മുളക് പൊടി ചേർത്ത് പുളിവെള്ളം ഒഴിച്ച് വെണ്ടയ്ക്ക മൂപ്പിച്ചത് വറുത്തതിനകത്തോട്ടിട്ട് വേവിച്ചെടുത്ത്, അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ വെണ്ടയ്ക്ക മുളകിടുന്നത്. കാണിക്കാം. അപ്പോൾ ഇനി ഇത് ഇതായി വരുന്ന സമയത്ത് നമ്മൾ ചെമ്മീൻ ഇതിനകത്തോട്ട് അടിക്കും. മനസ്സിലായില്ലേ? ഈ ചെമ്മീൻ ഇപ്പോഴത്തേക്ക് അതിനകത്ത് ചോണം വന്നാണ്. ചോണനുറുമ്പ് ഭയങ്കര ശല്യമാണ്. ഇതൊക്കെ ഈ ചെമ്മീനും ഞണ്ടൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് വേഗം ഈ ചോണനുറുമ്പ് വരും. നിങ്ങളുടെ നാട്ടിൽ ഈ ഉറുമ്പിനെന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ഇവിടെ ചോണനുറുമ്പ് എന്ന് പറയും. ഓടിപ്പായണ ഉറുമ്പുണ്ടല്ലോ, കടിക്കൊന്നും ചെയ്യാത്ത ആ ഉറുമ്പ്. അപ്പോൾ ഇതാണ് 1.5 കിലോ ചെമ്മീനാണത്. കുഞ്ഞ് ചെമ്മീനായിപ്പോയി. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ, ടാറ്റാ.